നമസ്കാരം. തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നടന്നുകഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി അധിക മണ്ഡലങ്ങളിലും വളരെയേറെ വോട്ടിന്റെ വ്യത്യാസത്തിൽ മുന്നേറിയിട്ടുള്ളതിനാൽ ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പായി. മുൻമന്ത്രി മഹാഗണപതിയുടെ ഭരണത്തിലുള്ള പ്രാവീണ്യമാണ് ഇത്രയും വലിയ വിജയത്തിനുള്ള കാരണമെന്ന് ഭരണകക്ഷി നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പിലും നടക്കാത്ത അപൂർവമായ ഒരു സംഭവം ഈ ഇലക്ഷനിൽ നാട്ടിലുണ്ടായി. മാവേലിക്കര മണ്ഡലത്തിൽ ഭരണകക്ഷി നേതാവിന്റെ മകൻ സുന്ദർ രാജുവും എതിർകക്ഷി സ്ഥാനാർത്ഥി ശ്രീ ആനന്ദനുമാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ സുന്ദർ രാജന് 8000 വോട്ടുകളും ആനന്ദന് 6000 വോട്ടുകളും ലഭിക്കുകയുണ്ടായി. ഈ മണ്ഡലത്തിലെ രേഖപ്പെടുത്തിയ മൊത്തം വോട്ടുകൾ 2,72,000. അതിൽ 2,58,000 വോട്ടുകൾ മുദ്രയില്ലാത്ത അസാധു വോട്ടുകളാണ്. നിയമമനുസരിച്ച് നോക്കിയാൽ മുദ്രയില്ലാത്ത ബാലറ്റുകൾ വിലയില്ലാത്തതായി കരുതപ്പെടുകയാണ് പതിവ്. എന്നാൽ അങ്ങനെ കരുതാനാവാത്ത വിധം ഒരു വിചിത്രമായ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഈ മണ്ഡലത്തിൽ മാത്രം നടന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അനാഥരുടെ തോഴൻ ശ്രീ നെല്ലിക്കുഴി രാമു ഇങ്ങനെ മുദ്രകുത്താത്ത വോട്ടുകൾ അധികമായി വന്നാൽ തന്നെ വിജയിയായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന് ഭരണാധികാരികളെ വെല്ലുവിളിച്ചിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനെ വെച്ചേക്കരുതെന്ന്. അതിനിപ്പോ എന്ത് സംഭവിച്ചെന്നാ? അധികാരം നമ്മുടെ കയ്യിലോട്ടല്ലേ വരണത്. കള്ളക്കേസിൽ അകത്താകണം.